വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടൊരു കപ്പ് കേക്കാണ്. അത് കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കപ്പ് കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് ഞാൻ എടുക്കുന്നത് ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ്. ഏത് തരത്തിലുള്ള ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുക്കാം. പിന്നെ വേണ്ടത് 2 സ്പൂൺ ബട്ടർ വേണം. പിന്നെ അതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റിൻ്റെ ബാർ എടുത്തിട്ടുണ്ട്. പിന്നെ കപ്പിലാണ്, ഈ പേപ്പർ കപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതുപോലത്തെ കപ്പ് വേണം. അതുപോലെ ഇത് കുതിർക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ കപ്പ് കേക്കിന് വേണ്ടത്, ഈസിയായുള്ള കപ്പ് കേക്കിന് വേണ്ടത്. അപ്പോൾ നമുക്കഞ്ഞത് ഉണ്ടാക്കാം. ആദ്യമായിട്ട് നമുക്കിനി ഈ ബിസ്ക്കറ്റ് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ ചേർക്കാം. ഞാൻ ബിസ്ക്കറ്റ് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത ബട്ടർ ഒന്ന് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ബിസ്ക്കറ്റിലേക്ക് ഈ ബട്ടർ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബട്ടർ ഈ ചോക്ലേറ്റ് ബിസ്ക്കറ്റിലേക്ക്, പൊടിച്ച ബിസ്ക്കറ്റിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബട്ടർ ഇട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച പാല് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പാലും ബട്ടറും ബിസ്ക്കറ്റിന്റെ പൗഡറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മിക്സിലേക്ക് നമുക്ക് 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ കപ്പ് കേക്ക് ഉണ്ടാക്കുന്നത് ചെറിയ ഈ പേപ്പർ കപ്പിലാണ്. ഈ പേപ്പർ കപ്പിൽ നന്നായിട്ട് ബട്ടർ ഞാൻ പുരട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സ് ഞാൻ ഒഴിക്കാൻ പോവുകയാണ്. പകുതി മിക്സ് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചോക്ലേറ്റിൻ്റെ ഒരു പീസ് ഇതിലേക്ക് ഇട്ടു. ഇനി ഇതിൻ്റെ മേലെ കുറച്ചും കൂടി മിക്സ് ഒഴിക്കുക. ഒരു 1/4 ആവുന്നത് വരെ ഒഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ 4 കപ്പ് നമുക്ക് ശരിയാക്കി വെക്കാം. നേരത്തെ എടുത്തു വെച്ച ആ മിക്സൊക്കെ ഞാൻ കപ്പിലാക്കിയിട്ടുണ്ട്. ഇത് എല്ലാം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വല്ല എയർ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബിസ്ക്കറ്റ്, ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റിന് 5 കപ്പ് കേക്ക് നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇതിൽ വേണ്ടത് സ്റ്റീം ചെയ്യലാണ്. നമുക്ക് ഇനി ഇത് സ്റ്റീം കയറ്റിയെടുക്കാം. ഇത് സാധാരണ വീട്ടിൽ ചെയ്യണ മാതിരി തന്നെ നമുക്ക് സ്റ്റീമാക്കി വേവിച്ചെടുക്കാം. ആവി കയറ്റാൻ ഏത് പാത്രമായാലും കുഴപ്പമില്ല. നമ്മൾ ആവി കയറ്റുമ്പോൾ 10 മിനിറ്റ് ആവി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിത് ചെക്ക് ചെയ്യാൻ വെന്തോന്നും. നമ്മുടെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈസി ചോക്ലേറ്റ് കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കി നോക്കിക്കോളൂ.